ഓ മൊലാളിന്റെ വരവ് കണ്ടില്ലേ? തലേക്ക് വെച്ചോളി. പൊന്നാര മൂസ, എത്ര പെണ്ണ് കണ്ടു, ഒന്നും ശരിയാണ്. മനോഹരമായൊരു വീട്, സഞ്ചരിക്കാൻ ഒരു കാറ്, അത്യാവശ്യത്തിന് നല്ലൊരു കച്ചവടം, അല്ലെങ്കിൽ സർക്കാർ ജോലി. ഇവരൊക്കെ കൊണ്ട് പെണ്ണ് ശരിയാവുള്ളൂ. നമ്മളൊക്കെ ആരും നോക്കാനാ? അതാ എന്റെ തോന്നലാണ്. ഞാൻ നോക്കായിട്ടല്ലോ, എനിക്കൊരു പെണ്ണ് ശരിയാവുണ്ടേ. ഈജാണ് 7ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തിയാള്. തൊഴിലാണെങ്കിലോ ലോഡിങ് അൺലോഡിങ്. ഇതൊക്കെ അറിയണ വല്ല പെൺകുട്ടികളെ വാപ്പാരെ എനിക്ക് പെണ്ണെട്ടിച്ചോ. അതെന്തുകൊണ്ടാ? ഈജു ഞാനൊക്കെ ഇവിടെ അരിച്ചാക്കി ഏറ്റാനും ഇറക്കാനും ഒക്കെ വന്നതല്ലേ. അപ്പൊ അതിനനുസരിച്ചുള്ള പെണ്ണെ അനക്ക് ശരിയാവുള്ളൂ. ഇപ്പത്തെ പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം കൂടിയില്ലേ ഉസ്മാനെ. സ്വന്തമായിട്ടൊരു അഭിപ്രായം കാഴ്ചപ്പാടുള്ള പെൺകുട്ടികൾക്ക് അന്നെ പോലത്തെ ഈ ലോക്കൽസിനൊക്കെ പറ്റുമോ? എന്താ എനിക്കൊരു കുറവ്? ഞാൻ എന്താ അധ്വാനിക്കണില്ല? അനക്ക് പെണ്ണ് കിട്ടണ നല്ലൊരു സ്ഥലമുണ്ട്. അത് എവിടുന്നടാ? ഈ എഴുത്തും വായനയൊന്നും അറിയാത്ത അനക്ക് ഈ കേരളത്തിൽ നിന്ന് പെണ്ണ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ആസാം, ജാർഖണ്ഡ് ഈ ഭാഗത്തൊക്കെ തിന്നാനും തൂറാനും ഉടുക്കാനൊന്നും ഇല്ലാത്ത കുറെ പെണ്ണുങ്ങൾ ഉണ്ടാവും. അതിന് ഏതെങ്കിലും ഒന്ന് പിടിച്ചാണ്ട് കെട്ടിക്കാൻ. തന്നെത്താലം കെട്ടിയാൽ മതി. എന്താടാ രണ്ടാമതൊരു ചുറ്റിക്കളി? പണിയൊന്നുമില്ലേ? അവരൊക്കെ അവിടെ കടന്ന് പണിയെടുത്ത് പേറുന്നു. അവിടെ പോയി നോക്ക്. നിങ്ങൾക്ക് രണ്ടാക്കും ഒരു പ്രത്യേകത എന്താണ്? ഇപ്പൊ 2 ലോഡ് ഇറക്കിയിട്ടുള്ളൂ. അവിടേക്കാ ഞങ്ങളിപ്പോ ലോഡ് ഇറക്കിയിട്ടുള്ളൂ. എന്നാലേ ഇനി 2 ലോഡ് കൂടി വരാൻ കേട്ടോ. വേഗം നോക്കിക്കട്ടോ. ചാമക്കായത്തൊരു പെൺകിട്ടാറുണ്ട്. ചാമക്കയത്തോ? ആ, മൂപ്പര് ഇതേമാതിരി കെട്ടുപണിഞ്ഞ കേസൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാന്നാ കേട്ടത്. കായ് കുറച്ച് കൂടുട്ടോ. എന്നാ പിന്നെ അതും കൂടിയാണ് നോക്കുക അല്ലേ? പിന്നെടാ മനസ്സിലായില്ലേ നമ്മുടെ ലോഡിങ് അൺലോഡിങ്ങിന്റെ. ഉസ്മാനെ, നമുക്ക് ഞങ്ങളെ മൊലാളി ബാവുട്ടിനെ കാണണം. എന്നാ ബാവുസിയാക്കാനോടൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട്. നമ്മളെ ബാവുട്ടിയാക്കട്ടോ. അവർക്ക് മനസ്സിലായില്ലേ അനീഫ മാഷ്? നമ്മുടെ ചാരിറ്റിന്റെ ഒക്കെ വലിയ പ്രവർത്തകനാ. ബാവുട്ടിയെ, ഇതിപ്പോ 4 ലക്ഷത്തി ജില്ല 4.5 ലക്ഷത്തിന്റെ ഓർഡർ ഉണ്ട്. നമുക്കിതിപ്പോ ഒരു ചാരിറ്റി പ്രവർത്തനത്തിന് ഇതിനെല്ലാം. അപ്പൊ ഇതിന് കംപ്ലീറ്റ് നമുക്ക് എത്ര ഡിസ്കൗണ്ട് ചെയ്യാൻ സാധിക്കണം അത്ര ഡിസ്കൗണ്ട് ചെയ്ത് തരണം. കാര്യം ചെയ്യുന്നതായാലും നിങ്ങൾ കൗണ്ടറിൽ കൊടുത്താൽ ഞാൻ വിളിച്ച് പറഞ്ഞോളാം. അവിടെ സംസാരിക്കാം. ഇത് മനസ്സിലായില്ലേ ഓട്ടേക്ക? നമ്മളെ പത്രക്കടം മാന്യ മര്യാദക്ക് മൂപ്പര് കല്യാണം നടത്തിയിട്ടില്ല. നടത്തിയ കല്യാണമൊക്കെ ഉടായ്പ കല്യാണങ്ങളാ. പിന്നെ പൈസ കുറഞ്ഞനെ കൊടുക്കണ്ട. പിന്നെ പൈസ വേണേ എത്രയും കൊടുക്കാം, പക്ഷെ എന്റെ കാര്യം നടക്കും. നമുക്ക് മൂപ്പരത്തേക്ക് പോയി നോക്കാം. നിങ്ങളപ്പോ ഫോൺ ചെയ്തിന്റെ? ഞങ്ങളപ്പോ ഫോൺ ചെയ്തു. അല്ല, ഇതിലിപ്പോ ആരാ പുതിയാപ്പള? ഇവരാണ് ചെറുക്കൻ. ഇള്ളത് മാതിരി പറഞ്ഞാല് ഈ ദുനിയാവിന്ന് അന്റെ കല്യാണം ശരിയാവും. അതുകൊണ്ട് ഞാൻ ചില നമ്പറുകളൊക്കെ ഇറക്കിയിട്ട് കാരണം ആലോചന കൊണ്ടുവരാം. അത് പോട്ടെ, സ്വന്തമായിട്ട് പെരയും കൂടിയൊക്കെ ഉണ്ടോ? തറവാടായിട്ടൊരു വീടുണ്ട്. മതി, അത് മതി. അതെ, നിങ്ങളെ നാട്ടിൽ വന്നാണ് അന്വേഷിക്കാൻ വരും. അവിടെ ചീറ്റി പോവാതെ നിങ്ങൾ നോക്കണം. നാട്ടിലെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. പിന്നെ കല്യാണം കഴിഞ്ഞ് പണി ഇതാണെന്ന് അറിയുമ്പോഴേ വല്ല പ്രശ്നം ഉണ്ടാവോ? അള്ളം കൂടി കഞ്ചാവൊന്നുമില്ലല്ലോ. അതൊന്നുമില്ല. എന്നാ പിന്നെ നോർമൽ കാര്യത്തിൽ ഒരു പ്രശ്നമില്ല. നയിച്ചു തിന്നല്ലേ. പിന്നെ സ്വന്തം മോള് നരകിക്കൊണ്ട് കാണുമ്പോ ആ തന്തന്നെ എന്തേലൊക്കെ ഏർപ്പാടാക്കി കൊടുത്തോളൂ. അത് ശരി. എന്റെ ഫീസ് എന്ന് പറഞ്ഞത് 1 ലക്ഷം ഉറുപ്പ്യാണ്. അതിൽ 20,000 ഇപ്പൊ കിട്ടണം. എന്നാ ആയിക്കോട്ടെ, പൈസ 20,000 സംഗതി നടക്കുമല്ലോ അല്ലേ?
അവിടെ അന്വേഷണം വരുമ്പോ ചീറ്റിപ്പോയാല് ഈ ബ്രോക്കർ കുഞ്ഞിപ്പാനെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എനിക്കിന്റെ പൈസ ഫുള്ള് കിട്ടണ്ടേ. അതായിക്കോട്ടെ, പൈസ ഞങ്ങൾ തരാം. ഓക്കെ. അപ്പൊ ഈ ചീറിയും കളിയൊന്നും പറ്റൂല. ഞാൻ പിന്നെ സന്തോഷമായിട്ട് പോയിട്ട് വരി. ബാക്കി കുഞ്ഞിപ്പ ഏറ്റു. ആയിക്കോട്ടെ. പോയി. അപ്പൊ ഇങ്ങക്കൊരു കോളും കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. കോളോ? ആ. എന്ത് കോളാണ് ഇപ്പൊ പറഞ്ഞത്? ഇങ്ങളവിടെ ഇരി. നല്ലൊരു ആലോചനയും കൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ട്. ഏതാ നാട്? നാട് പൂക്കോട്ടൂര്. എന്തുകൊണ്ട് നമുക്ക് പറ്റിയൊരു ബന്ധാണത്. നിങ്ങളെ നിലക്കും വിലക്കും അനുസരിച്ചുള്ള ഒരു ബന്ധാണത്. അത് ശരി, ഇങ്ങനത്തെ ഒരു ബന്ധാണല്ലേ? അബോക്ക, ഇങ്ങനത്തെ ഒരു ബന്ധം കിട്ടിയത് നിങ്ങളെ ഭാഗ്യം കൂട്ടിക്കൊളി. കോടികളുടെ ബിസിനസ് അല്ലേ ഓരീസം നടത്തുന്നത്. അരി കയറ്റുന്നു, ഇറക്കുന്നു, ഇറക്കുന്നു, കയറ്റുന്നു. ലോഡിങ് ആൻഡ് അൺലോഡിങ്, ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ്. എന്നാലും നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെയാണെങ്കിൽ അബോക്ക, കുട്ടികൾ തമ്മിൽ കാണാനുള്ള ഒരു സൗകര്യം നമുക്ക് ചെയ്തു കൊടുത്താലോ? അങ്ങനല്ല, മോളിപ്പോ ഹോസ്റ്റലില്ല, ശനിയാഴ്ചയെ വരുള്ളൂ. അപ്പൊ അതിന്റെ മുമ്പായിട്ട് നമ്മൾ ചെറുക്കനെ കുറിച്ചും ഒരു കുടുംബക്കാരെ കുറിച്ചൊക്കെ ഒന്ന് അന്വേഷിക്കുക. എന്നാ പിന്നെ അങ്ങനെ ആക്കാം. എന്നാലേ ഞാൻ അഡ്രസ് ഒന്ന് കൊണ്ടാ, നമുക്ക് ഒന്ന് അന്വേഷിക്കാം. എന്നാ പിന്നെ അബോക്ക, ആ. നിങ്ങളെ ആ നമ്പർക്ക് വാട്സപ്പ് അയച്ചാ പോരെ? ആ. അഡ്രസ് ആ നമ്പർ തന്നെയല്ലേ വാട്സപ്പ്? എന്നാ ശരി. എന്നാ ശരി. ബിൽഡിംഗ് ഒക്കെ ഓപ്പറ കണ്ടില്ലങ്ങള്, കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ഏർപ്പാടുകൾ ഒരു ദിവസം നടത്തണം. ഈ ബിൽഡിംഗ് ഒക്കെ ഓൻ്റെതാ. കയറ്റുമതി ഇറക്കുമതി ലക്ഷക്കണക്കിന് ഉറുപ്പ്യാണ് ഒരു ദിവസത്തെ വരുമാനം. നിങ്ങളെ കുടുംബത്തിനും നിങ്ങൾക്കും നിലക്കും വിലക്കും അനുസരിച്ചൊരു ബന്ധമാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിട്ടുണ്ട്. അറിയങ്ങള് ചെറുക്കനൊന്ന് കാണല്ലേ നമുക്ക്? ഓ, നമുക്ക് കാണാലോ. അല്ല എന്താടാ? എന്താണ് പ്രശ്നം? പെണ്ണിന്റെ കൂട്ടക്കാരൻ എന്നെ കാണാൻ വരുന്നുണ്ട്. ഇപ്പോഴോ? ഈ സമയത്തോ? മുതലാളി ഓഫീസിലുണ്ടല്ലോ. അത് ഞാൻ നോക്കിക്കോളാം. ഇജ്ജ് വേഗം പോയി ഡ്രസ് മാറ്റി വാ. ആയിക്കോട്ടെ എന്നാലേ. നിങ്ങളെ കുട്ടി ഓട്ടോറിക്ഷയില് എവിടെ ഡ്രൈവറോടെ? ഡ്രൈവറോടെ എടുത്തു മൂസ എന്റെ മോലാളി. മോനാളി ഓഫീസിലുണ്ട്. അല്ല, ആരാ ഇപ്പൊ ബേജാറായി അങ്ങോട്ട് ഓടിയത്? എന്താ മൂപ്പര പ്രശ്നം? അതെ, ഇവിടെ സാധനം വാങ്ങാൻ വന്ന ആളാണ്. മൂപ്പർക്ക് വയറിന് നല്ല സുഖമില്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ബാത്റൂമൊക്കെ ഓടിയതാ. ഓ, വെക്കിലെടുക്കാം, പക്ഷെ മുട്ട് വെക്കാൻ പറ്റില്ലല്ലോ. എന്റെ മോലാളിനെ കാണാൻ വന്ന കൂട്ടരാ. പോരി, അങ്ങോട്ട് പോവാ. ആ പോരി. അപ്പൊ അവക്ക, ഇതാണ് നമ്മളെ ചെക്കന്. കോടിക്കണക്കിന് ഉപ്പന്റെ ബിസിനസ്സാണ് ഒരു ദിവസം നടക്കുക. അരി, പഞ്ചസാര, മല്ലി, മുളക് എന്നും വേണ്ട ദുനിയാവിലുള്ള സകല സാധനങ്ങളും ഒരു ദിവസം ഇറക്കും ചെയ്യും, കയറ്റും ചെയ്യും. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭാഗം കൊടുത്താ പള്ളിക്ക് നിസ്കരിച്ചാൽ മതി. പിന്നെ ദിക്റും സലാത്തൊക്കെ കഴിഞ്ഞിട്ട് പള്ളിക്ക് തന്നെ പോരുള്ളൂ. അതിലും ഉസാറാ. മോന്റെ പെരിയിൽ ഇപ്പൊ ആരൊക്കെ ഉള്ളത്? കുടിയിൽ ഇപ്പൊ ഞാനും ഉമ്മയും മാത്രമല്ല. ശനിയാഴ്ച മോള് വാശൽ നിങ്ങൾ വരുന്നുണ്ട്. എന്നിട്ട് നിങ്ങളെ അമ്മയും വേറെ ആരാച്ചാലും വന്നിട്ട് കാണാം. എന്നിട്ട് അള്ളാന്റെ വാണ്ട് കണ്ടെങ്കിൽ നമുക്കത് അന്ന് നടത്താം. ഇതേ കുഞ്ഞിപ്പാ. എന്നാ പിന്നെ അങ്ങനെ തന്നെ അവന് വെച്ച് കിട്ടണല്ലോ. എന്നാ ശരിയാ. എന്റെ മുതലാളി ആയതുകൊണ്ട് പറയല്ല, ഞങ്ങൾ തൊഴിലാളികൾക്ക് വാരി കോരി തരും.
അത്ര ഇഷ്ടാണ് ഞങ്ങളെ തൊഴിലാളികളെ. ശരി. നിങ്ങളോട് നേരത്തെ ഇതൊന്നും ഞാൻ വെറുതെ പറഞ്ഞല്ല. അല്ല മൂപ്പരിപ്പല്ലേ ബാണം വിട്ട് പാഞ്ഞത്? സമാധാനായില്ലേ? ആയി. അല്ല രാവിലെ എന്തേ കഴിച്ചു? കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടൊന്നുമില്ല. നിങ്ങളെ ഇവർക്ക് വണ്ടി പറഞ്ഞിട്ട് ചെറുക്കനെ ഓട്ടർച്ച കുത്തി എന്നുള്ളത് പൊന്നാരന്റെ ബാവുട്ടിയാക്ക ആരാ പറഞ്ഞത്? ഞാൻ നിങ്ങളെ കുട്ടി ഓട്ടോറിക്ഷയിലാ ബസ്സിലാ സ്കൂൾക്ക് പോകണമെന്നല്ലേ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് കടന്ന് പാഞ്ഞില്ല. എന്റെ കുട്ടി ഓട്ടർച്ചയിലോ ബസ്സിലോ എന്തേലും പേക്കൂല. അതൊക്കെ അത് തേങ്ങ Ah.